ഹായ് വെൽക്കം ടു belikebutterflies. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ മിക്സർ ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഞെക്കുക. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ചിപ്സ് വറുത്ത് മാറ്റാം. ഞാനിപ്പോൾ മിക്സറിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് യൂസ് ചെയ്യുന്നത്. കടലമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബോൾസ് തയ്യാറാക്കി മാറ്റാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു 3 കളറിലോ അല്ലെങ്കിൽ ഒരു 2 കളറിലോ ആക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ റെഡ് കളർ പൗഡർ ഇട്ടു, ഒരെണ്ണത്തിൽ ഗ്രീൻ കളർ ഇട്ടു. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി ലൂസായി പോകരുത്, കുറച്ചൊരു കട്ടിപ്പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. കാരണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷേപ്പ് ക്ലിയറായിട്ട് ബോൾസായിട്ട് കിട്ടില്ല. അപ്പോൾ ചെറിയൊരു കട്ടിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ രണ്ടും ഞാൻ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഇതുപോലൊരു ഓട്ടയുള്ളൊരു കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കും മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ബോൾസായിട്ട് തന്നെ അത് വാരിയെടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആരും ഫ്രൈ ചെയ്യരുത്. കുറച്ചൊന്നും ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കിരികിരാന്നായി കഴിയുമ്പോഴത്തേക്കും എടുത്ത് മാറ്റി വെക്കണം. ഈ ഷേപ്പ് ക്ലിയറായിട്ട് ഈ ഇതിൽ തന്നെ കിട്ടാനായിട്ട് അങ്ങനെയുള്ള കയ്യിൽ തന്നെ ഒഴിച്ചുണ്ടാക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും എളുപ്പം. ഇപ്പോൾ 2 കളർ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് പൊട്ടുകടല എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നൊരു ഇതുണ്ട്, ആ കടലയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് മിക്സറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുറച്ച് ഇടുന്നുണ്ട്. ഇപ്പം നമുക്ക് ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് മിക്സറിന് വേണ്ടിയിട്ടുള്ള സേമിയ പോലെ ഇരിക്കുന്ന ആ ഒരു ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കടലമാവ് എടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി ഒത്തിരി ആയി പോവണ്ട, കാരണം ഭയങ്കര എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് പാകത്തിന് നനവാക്കിയെടുക്കുക. ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു കട്ടിയിൽ വേണം, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ മാവും കുഴച്ചെടുക്കാൻ. എല്ലാവരും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അച്ച് വീട്ടിൽ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു അച്ചിനകത്ത് ഇട്ടിട്ട് ഇത് നല്ലോണം നമുക്ക് പിഴിഞ്ഞ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒത്തിരി കരിഞ്ഞ പോലെ ആയി പോകരുത്. പെട്ടെന്ന് തന്നെ ആവും, അധികം ടൈമൊന്നും എടുക്കില്ല ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കാം. ഇപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സേമിയ പോലെ നമുക്ക് കിട്ടിയ സാധനം നല്ലോണം പൊടിച്ച് അതായത് ഒത്തിരി പൊടി പോലെ ആക്കരുത്. ഏകദേശം നമുക്ക് മിക്സറിൻ്റെയൊക്കെ ഒരു ഇതറിയാമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കുക. ബാക്കിയുള്ള നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചിപ്സും ഇതെല്ലാം കൂടി ഇട്ട് ബോൾസും എല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് കുറച്ച് അതിനകത്തേക്ക് വെളുത്തുള്ളി കുറച്ച് ചതച്ചതും വേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ മിക്സറിൻ്റെ കൂട്ടത്തിലേക്ക് ഇടാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ലാസ്റ്റ് നമ്മൾ അതിൽ തൂവി കൊടുക്കണം. അതിന് ശേഷം അത് വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലോണം കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് എങ്ങനെ മിക്സർ ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ എല്ലാവരും മിക്സർ പുറത്ത് പോയൊന്നും മേടിച്ച് ആരും കഷ്ടപ്പെടണ്ട. കുറച്ച് കടലമാവും സാധനങ്ങളും വീട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു അത്യാവശ്യത്തിന് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള മിക്സർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.